നമസ്കാരം. കഴിഞ്ഞ ദിവസം ഫലസ്തീനിൽ വലിയൊരു കൂട്ടക്കൊലപാതകം അരങ്ങേറുകയുണ്ടായി. പ്രത്യേകിച്ച് ഇസ്രായേൽ വർഷിച്ച ഒരു ബോംബ് വീണുകൊണ്ട് 100-ലധികം മനുഷ്യരാണ് അവിടെ മരണപ്പെട്ടത്. എന്നാൽ അതിനെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ മറ്റൊരു കൊലപാതകം ഇപ്പോൾ നടന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ മ്യാൻമറിലാണ് ഈ ഒരു സംഭവം അരങ്ങേറിയിരിക്കുന്നത്. മ്യാൻമർ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, 2017 മുതൽ ഏതാണ്ട് പൂർണ്ണമായിട്ടുള്ള ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് പോയ രാജ്യമാണ് മ്യാൻമർ എന്ന് പറയുന്നത്. അന്ന് ഭരണത്തിലിരുന്ന ഓങ് സാൻ സൂചിയെ ഭരണത്തിൽ നിന്ന് കുടിയിറക്കിക്കൊണ്ട് പട്ടാള ഭരണം അവിടെ വരികയും അതിന് തൊട്ട് പിന്നാലെ ബുദ്ധിസ്റ്റ് തീവ്രവാദികളുടെ ഒരു ഇംഗിതം പ്രകാരം ആ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള റോഹിംഗ്യൻ മുസ്ലിങ്ങൾ വളരെ വ്യാപകമായിട്ട് ആ രാജ്യത്ത് നിന്ന് പീഡിപ്പിക്കപ്പെടുകയും ഒപ്പം അതിൻ്റെ ഫലമായിട്ട് അവർ രാജ്യത്ത് നിന്ന് മറ്റ് ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളിലേക്ക് അഭയാർത്ഥികളായിട്ട് പോവുകയും ചെയ്യുകയുണ്ടായി. ഈ ഒരു പ്രശ്നം തുടങ്ങിയതിൻ്റെ തൊട്ട് പിന്നാലെ 7,30,000-ലധികം വരുന്ന മനുഷ്യരാണ് സമാനമായ രീതിയിൽ രാജ്യത്തിൻ്റെയും പുറത്തേക്ക് പലായനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ പലായനം ചെയ്യുന്ന വഴിക്ക് അനവധി മനുഷ്യർ, അനവധി എന്ന് പറയുമ്പോൾ ലക്ഷക്കണക്കിന് മനുഷ്യരാണ് മരണപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല സ്ത്രീകൾക്ക് നേരെയും വൃദ്ധരായവർക്ക് നേരെയും കുട്ടികൾക്ക് നേരെയുമൊക്കെ വലിയ രീതിയിലുള്ള ക്രൂരതകൾ അരങ്ങേറുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം നടന്ന സംഭവം എന്ന് പറയുമ്പോൾ മ്യാൻമറിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക്, പ്രത്യേകിച്ച് നാഫ് എന്ന നദി കുറുകെ കിടക്കുന്ന സമയത്താണ് മ്യാൻമറിൻ്റെ ഒഫീഷ്യൽ ആർമിയുടെ ഭാഗത്തു നിന്നുമുണ്ടായ ഒരു ആക്രമണത്തിൽ അല്ലെങ്കിൽ ഡ്രോൺ ആക്രമണത്തിൽ ആളുകൾ കൊല ചെയ്യപ്പെടുന്നത്. പക്ഷേ എന്നാൽ ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അല്ലെങ്കിൽ അവരുടെ കറസ്പോണ്ടൻസൊക്കെ പറയുന്ന പ്രകാരം ഈ ഒരു ആക്രമണത്തിന് പിന്നിൽ മ്യാൻമറിൻ്റെ ആർമിയല്ല, പകരം അരാക്കൻ ആർമി ആണെന്ന രീതിയിലുള്ള ചില റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഈ അരാക്കൻ ആർമി എന്ന് പറയുന്നത് മ്യാൻമറിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്ന ഒരു റിബൽ സായുധ സംഘടനയാണ്. ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത് മ്യാൻമറിൽ നിന്ന് ഇവർക്ക് ഭരണം പിടിച്ചിരിക്കുന്ന പ്രദേശങ്ങളെ സ്വതന്ത്ര പ്രദേശമായി പ്രഖ്യാപിക്കണമെന്നാണ്, അല്ലെങ്കിൽ മ്യാൻമർ എന്ന രാജ്യത്ത് നിന്ന് വിട്ടുപോകാൻ തങ്ങളെ അനുവദിക്കണമെന്നാണ് ഈ ഒരു വിഭാഗത്തിൻ്റെ ആവശ്യം. ഇപ്പോൾ പുറത്തു വരുന്ന ചിത്രങ്ങളൊക്കെ ഏതാണ്ട് പൂർണ്ണമായും നമ്മളെ ഞെട്ടിച്ചു കളയുന്ന ചിത്രങ്ങളാണ്. അതായത് മനുഷ്യരുടെ മൃതശരീരങ്ങളൊക്കെ ഏതാണ്ട് ചിന്നി കിടക്കുന്ന ഒരവസ്ഥയാണെന്ന് തന്നെ പറയാം. മാത്രമല്ല ഗർഭിണികൾ അതുപോലെ തന്നെ കുട്ടികളൊക്കെ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല സ്ത്രീകൾ വളരെ ലൈംഗികമായ രീതിയിൽ ദുരുപയോഗം ചെയ്തതായിട്ടും വ്യാപകമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. എന്തൊക്കെയായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം മ്യാൻമറിലെ സ്ഥിതി വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വളരെ ഗുരുതരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഗാസയിലൊക്കെ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന അതേ സമയത്ത് തന്നെ ഇത്തരത്തിൽ വലിയൊരു കൊലപാതകം നടന്നതായിട്ട് ആദ്യം സ്ഥിരീകരിച്ചത് കാനഡയുടെ UN-ലേക്കുള്ള അംബാസിഡറായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹമാണ് പുറം ലോകത്ത് ഈ ഒരു സംഭവം ആദ്യമായിട്ട് ചർച്ചയ്ക്ക് ഉന്നയിച്ചത്. ഒരുപക്ഷെ മ്യാൻമറിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് റോഹിംഗ്യൻ അഭയാർത്ഥികൾ എന്ന് പറയുന്നവർക്ക് കാര്യമായ ഒരു സഹായം ഒന്നും അന്താരാഷ്ട്ര തലത്തിൽ ലഭിക്കുന്നില്ല എന്ന് ചില സന്ദർഭങ്ങളിൽ നമുക്ക് തോന്നിപ്പോകും. ഫലസ്തീനിലെ ഒരു വിഷയമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ മ്യാൻമറിലെ വിഷയത്തിന് അത്ര പ്രാധാന്യം ലഭിക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും.